കണ്ടിന്യൂസ്ലി സാംസങ്ങിന്റെ തന്നെ ഒരു കസ്റ്റമർ ആയിരിക്കുക എന്ന് പറയുന്ന സമയത്ത് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് വരുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഫോൺ എടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് മൾട്ടിപേ എന്നുള്ളൊരു ഓഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ബഡ്സ് എടുക്കുമ്പോൾ അപ് ടു 15,000 വരെയൊക്കെ ഓഫേഴ്സുകൾ വരുന്നുണ്ട്. വെയറബിൾസ് എടുക്കുമ്പോൾ 18,000 രൂപ വരെ ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ ഫോൺസ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്ന ഓഫേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എക്കോസിസ്റ്റം എന്ന് പറയുന്ന ഓഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി സാംസങ് എടുത്തിട്ടുണ്ട്, സോ നിങ്ങൾ 2-3 മന്ത്സിനുള്ളിൽ ബഡ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്കോസിസ്റ്റം എന്നൊരു സാധനം ഫീച്ചേഴ്സ് കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വെച്ച് ക്ലബ് ചെയ്യുമ്പോൾ നോർമൽ പ്രൈസിന് പുറമെ ആഡ് ഓഫേഴ്സിന് പുറമെ അഡീഷണൽ ഡിസ്കൗണ്ട് ഓഫേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലാപ്ടോപ്സ് എടുക്കുമ്പോഴും ഇതുപോലുള്ള ഫീച്ചേഴ്സുകളുണ്ട്. പിന്നെ സ്റ്റുഡൻസുകൾക്ക് ബഡ്സ്, വെയറബിൾ, ലാപ്ടോപ്സ് ഇതൊക്കെ എടുക്കുമ്പോഴെല്ലാം എക്സ്ട്രാ അപ് ടു 10% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ലാപ്ടോപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ സ്റ്റുഡൻസിന് പ്രിഫർ ചെയ്യുന്ന ഒരു ലാപ്ടോപ്പ് ഏതായിരിക്കും? ബേസിക്കലി അവർക്കൊരു യൂസേജിന് ഒരു ബുക്ക് 4 സീരീസ് മതി. അതാവുമ്പോൾ നമുക്ക് Core 5 ചിപ്സെറ്റിലാണ് ഇപ്പോൾ വരുന്നത്. സോ ഇതിന് പണ്ട് i3 i5 അങ്ങനെ ചിപ്സെറ്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഡ്രോപ്പ് ചെയ്തു. ഈ സെയിം ഡിവൈസിൽ തന്നെ Core 5 സീരീസ് ഉണ്ട്. അപ്പോൾ അവർക്കൊരു അത്യാവശ്യം ഇപ്പോൾ ലൈഫ് ടൈം നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ 365 നമുക്ക് സപ്പോർട്ടബിൾ ആണ്, ലൈഫ് ടൈം ഫ്രീ ആണ്. ഇപ്പോൾ എക്സ്ട്രാ സബ്സ്ക്രിപ്ഷൻസോ കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ അതിന് നമുക്ക് സ്റ്റുഡൻറ്റ് ഓഫേഴ്സ് വരുന്നുണ്ട്, അപ് ടു 10% ലാപ്ടോപ്സിന് ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള കോളേജ് ഡൊമൈൻ ID കാർഡ് വെച്ചിട്ട് നമുക്ക് യൂണിസെഫ് എന്ന് പറഞ്ഞൊരു ആപ്പിൽ നമുക്ക് ഓഫേഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട്സ് നമുക്ക് തരുന്നുണ്ട് കമ്പനി. അത് പ്രൊഫഷണൽ ഒരു രീതിയിലേക്ക് വരുമ്പോൾ അതിന് ഏറ്റവും നല്ല ലാപ്ടോപ്പ് ഏതായിരിക്കും? ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഒരു ബുക്ക് 5 Pro 360. നമുക്ക് പെന്നിൻ്റെ ആവശ്യമുള്ള ആൾക്കാരുണ്ട് പല രീതിയിൽ. അപ്പോൾ അവർക്ക് വരുമ്പോൾ ഏറ്റവും നല്ലത് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയാണെങ്കിൽ ബുക്ക് 5 Pro 360 ആണ്. പെന്നിൻ്റെ ആവശ്യങ്ങളില്ല, ഒരു ടച്ച് പാഡ്സും അങ്ങനെയൊക്കെ ആണെങ്കിൽ ബുക്ക് 5 Pro ആയിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ അതുപോലെ ഗെയിമിംഗ് ഇഷ്ടമുള്ള ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ സാംസങ്ങിൻ്റെ ഏതാണ് പ്രിഫർ ചെയ്യുക? ചില സാംസങ്ങിൻ്റെ ലാപ്ടോപ്സും വരുമ്പോൾ കുറേ കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ലാപ്ടോപ്പ്, ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ലാപ്ടോപ്സ് കമ്പനി തരുന്നില്ല, ഇറക്കുന്നില്ല. ഇപ്പോൾ കൂടുതലും പ്രൊഫഷണൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ലാപ്ടോപ്സ് മാത്രമാണ്. അതിന് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഈ കോസ്റ്റ് കുറച്ച് കൊടുക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്ഷൻസോ ഓഫറുകളോ എന്തെങ്കിലും ഉണ്ടോ? ഒന്ന് നമുക്കെന്ന് വെച്ചാൽ ഓഫേഴ്സ്, കോർപ്പറേറ്റ് ഓഫേഴ്സ്, അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ഓഫേഴ്സ്, കാർഡ് ഓഫേഴ്സുകൾ. ക്രെഡിറ്റ് കാർഡിനാണെങ്കിൽ നമുക്ക് 10,000 rupees വരെ കാർഡ് ഓഫേഴ്സ് വരുന്നുണ്ട്, 10% സ്റ്റുഡൻറ്റ് ഓഫേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഓഫേഴ്സുകളാണ് ഇത് വരുന്നത്. പിന്നീട് നമുക്ക് സബ്സ്ക്രിപ്ഷൻസ് ഇപ്പോൾ വേഡ്, എക്സൽ, പവർ പോയിന്റ് നമ്മൾ ലാപ്ടോപ്സ് എടുക്കുമ്പോൾ ഒരു പരിധിയുള്ള ലാപ്ടോപ്പിൽ നമ്മൾ സെപ്പറേറ്റ് സബ്സ്ക്രിപ്ഷൻസ് എടുക്കണം, ഇയർലി മന്ത്ലി എടുക്കേണ്ടി വരും. സോ ഇത് നമുക്കെന്ന് വെച്ചാൽ ലൈഫ് ടൈം ഫ്രീ ആയിരിക്കും. സോ നിങ്ങൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുന്ന വിൻഡോസിൻ്റെ ID എത്രത്തോളം നിങ്ങൾ യൂസ് ചെയ്യുന്നു ആ ലോഗൗട്ട് ആവുന്നവരെ നമുക്കിത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോസ്റ്റ് എത്ര വരും? സ്റ്റുഡൻറ്റ് ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസിന് പറ്റിയ ഏറ്റവും നല്ലതും അതുപോലെ പ്രൊഫഷണൽസിന് പറ്റിയ ഏറ്റവും നല്ലത് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 60,000 ആ റേഞ്ചാണ് വരുന്നത്. അതിന് പുറമെ നമുക്ക് കാർഡ് ഓഫേഴ്സുകൾ വരുന്നുണ്ട്. 60,000 സ്റ്റുഡൻസിൻ്റെതാണോ? 60 റേഞ്ചാണ് വരുന്നത്. സോ ഇതിൽ നിങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് EMI ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 24 months വരെ ലാപ്ടോപ്പ് 0 cost EMIs വരുന്നുണ്ട്. ഇതിന് പുറമെ നമുക്ക് 10% ഡിസ്കൗണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 54 ആ റേഞ്ച് വരുന്നുണ്ട്. പിന്നെ കാർഡ് ഓഫേഴ്സുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് HDFC ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിന് ഏകദേശം 6,000 rupees കാർഡ് ഓഫേഴ്സ് വേറെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഏകദേശം ഒരു 45 ആ റേഞ്ചിലേക്കൊക്കെ നമുക്ക് എല്ലാ ഓഫേഴ്സും ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് പ്രൊഫഷണൽസിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഏകദേശം ബുക്ക് 5 Pro ആ സീരീസ് ആണ്. അപ്പോൾ വരുമ്പോൾ കാർഡ് ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 110 ആ റേഞ്ചൊക്കെ വരും. ഇപ്പോൾ ഒരുമിച്ച് കുറേ ലാപ്ടോപ്പുകൾ നമ്മൾ എടുക്കുകയാണ്, ഇപ്പോൾ കോളേജിലേക്കൊക്കെ അങ്ങനെ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്? അത് നമുക്ക് കോർപ്പറേറ്റ്ലി ഓഫേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റുഡൻറ്റ് ഓഫേഴ്സിന് പുറമെ എക്സ്ട്രാ കോർപ്പറേറ്റ് ഓഫേഴ്സിൻ്റെ ഏതെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള കമ്പനി ഓഫേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലബ് ചെയ്യാൻ സാധിക്കും.